ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനുഷ്യ ശരീരം പൊതു അറിവ് എന്ന ഭാഗത്തു നിന്നും ഹൃദയത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയമാണ്. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയമാണ്. ഹൃദയത്തിൻ്റെ ധർമ്മം എന്താണ്? ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക എന്നതാണ് ഹൃദയത്തിൻ്റെ ധർമ്മം. ശരീരത്തിന് ആവശ്യമായ രക്തം പമ്പ് ചെയ്യുക എന്നതാണ് ഹൃദയത്തിൻ്റെ ധർമ്മം. അതുകൊണ്ട് തന്നെ ശരീരത്തിലെ പമ്പ് എന്ന് അറിയപ്പെടുന്ന അവയവം ഹൃദയമാണ്. ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖ കാർഡിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോളജി. മനുഷ്യഹൃദയത്തിൻ്റെ ഏകദേശ വലിപ്പം എത്രയാണ്? ഓരോ വ്യക്തിയുടെയും കൈമുഷ്ടിയുടെ വലിപ്പമായിരിക്കും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ വലിപ്പം. മനുഷ്യഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം എത്രയാണ്? 250 മുതൽ 300 ഗ്രാം വരെ. മനുഷ്യഹൃദയത്തിൻ്റെ ഏകദേശ ഭാരം 250 മുതൽ 300 ഗ്രാം വരെയാണ്. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണം ഏതാണ്? പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്തരമുള്ള ആവരണമാണ് പെരികാർഡിയം. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഏതാണ്? ഹൃദയപേശി. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഹൃദയപേശിയാണ്. അർബുദം ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? ഹൃദയം. അർബുദം ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ അവയവം ഹൃദയമാണ്. ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിൻ. ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ അഡ്രിനാലിനാണ്. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം 4 ആണ്. മനുഷ്യഹൃദയത്തിലെ മുകളിലത്തെ അറകൾ അറിയപ്പെടുന്നത് ഓറിക്കിളുകൾ എന്ന പേരിലാണ്. ഹൃദയത്തിലെ മുകളിലെ അറകൾ അറിയപ്പെടുന്നത് ഓറിക്കിളുകൾ എന്ന പേരിലും മനുഷ്യഹൃദയത്തിൻ്റെ താഴത്തെ അറകൾ അറിയപ്പെടുന്നത് വെൻട്രിക്കിളുകൾ എന്ന പേരിലുമാണ്. മനുഷ്യഹൃദയത്തിലെ താഴത്തെ അറകളാണ് വെൻട്രിക്കിളുകൾ. ഓക്സിജൻ അടങ്ങിയ രക്തം ശുദ്ധരക്തമാണ്. ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തം ശുദ്ധരക്തമാണ്. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തം അശുദ്ധ രക്തവുമാണ്. ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത രക്തം അശുദ്ധ രക്തമാണ്. ശുദ്ധരക്തം ഉള്ളത് ഹൃദയത്തിൻ്റെ ഏത് അറകളിലാണ്? ഇടത്തെ അറകളിൽ. ഹൃദയത്തിൻ്റെ ഇടത്തെ അറകളിലാണ് ശുദ്ധരക്തമുള്ളത്. അശുദ്ധ രക്തമുള്ളത് ഹൃദയത്തിൻ്റെ ഏത് അറകളിലാണ്? വലത്തെ അറകളിലാണ്. അശുദ്ധ രക്തമുള്ളത് ഹൃദയത്തിൻ്റെ വലത്തെ അറകളിലാണ്. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ഏതാണ്? ശ്വാസകോശ സിര. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ശ്വാസകോശ സിരയാണ്. അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി ഏതാണ്? ശ്വാസകോശ ധമനി. അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി ശ്വാസകോശ ധമനിയാണ്. ഹൃദയസ്പന്ദനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? മെഡുല ഒംബ്ലോങ്ങേറ്റ. ഹൃദയസ്പന്ദനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഓംബ്ലോങ്ങേറ്റയാണ്. ഹൃദയമിടിപ്പായി കേൾക്കുന്നത് എന്താണ്? വാൽവുകൾ അടയുമ്പോൾ ഉള്ള ശബ്ദം. വാൽവുകൾ അടയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ഹൃദയമിടിപ്പായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പാണ്. ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്റ്റെതസ്കോപ്പാണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്കാണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ച ആരാണ്? റെനെ ലെനക്ക്. ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം എത്രയാണ്? 0.8 സെക്കൻഡ്. 0.8 സെക്കൻഡാണ് ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം. മനുഷ്യഹൃദയം സ്പന്ദിച്ച് തുടങ്ങുന്നത് ഭ്രൂണത്തിന് 4 ആഴ്ച പ്രായമാകുമ്പോഴാണ്. മനുഷ്യഹൃദയം സ്പന്ദിച്ച് തുടങ്ങുന്നത് എപ്പോഴാണ്? ഭ്രൂണത്തിന് 4 ആഴ്ച പ്രായമാകുമ്പോഴാണ്. ആദ്യ മാസങ്ങളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയമിടിപ്പ് എത്രയാണ്? 1 മിനിറ്റിൽ ഏകദേശം 200 തവണ. ആദ്യ മാസങ്ങളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ ഏകദേശം 200 തവണയാണ്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? 1 മിനിറ്റിൽ ഏകദേശം 72 തവണ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ ഏകദേശം 72 തവണയാണ്. ഹൃദയം ഒരു തവണ സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ്? 70 മില്ലി ലിറ്റർ. ഹൃദയം ഒരു തവണ സങ്കോചിക്കുമ്പോൾ
ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിൻ്റെ അളവ് 70 മില്ലി ആണ്. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ എന്നറിയപ്പെടുന്നത്. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ. മനുഷ്യൻ്റെ സിസ്റ്റളിക് പ്രഷർ 120 mmHg ആണ്. ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റളിക് പ്രഷർ. ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റളിക് പ്രഷർ. മനുഷ്യൻ്റെ ഡയസ്റ്റളിക് പ്രഷർ എന്ന് പറയുന്നത് 80 mmHg ആണ്. മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? 120 80 mmHg. മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം 120നും 80നും ഇടയിൽ mmHg ആണ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പിഗ്മോമാനോമീറ്റർ ആണ്. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും ഉയരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്നത്. രക്തസമ്മർദ്ദം സാധാരണ നിരക്കിൽ നിന്നും ഉയരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. രക്തധമനികളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഹൈപ്പർ ടെൻഷൻ. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഹൈപ്പർ ടെൻഷൻ, അതായത് അമിത രക്തസമ്മർദ്ദമാണ്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധം ഏതാണ്? റിസർപ്പിൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഔഷധം റിസർപ്പിനാണ്. രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകുന്ന ഭക്ഷണ ഘടകം ഏതാണ്? ഉപ്പ്. രക്തസമ്മർദ്ദം വർദ്ധിക്കാൻ കാരണമാകുന്ന ഭക്ഷണ ഘടകം ഉപ്പാണ്. ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഹെമറേജ്. ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഹെമറേജ്. സസ്തനികളിൽ ഹൃദയസ്പന്ദനം ആരംഭിക്കുന്ന ഭാഗം SA നോഡാണ്. സസ്തനികളിൽ ഹൃദയസ്പന്ദനം ആരംഭിക്കുന്ന ഭാഗം SA നോഡാണ്. ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് SA നോഡാണ്. രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. രക്തക്കുഴലുകൾക്കുള്ളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് ത്രോംബോസിസ്. ഹൃദയാഘാതത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? ഹൃദയധമനികളിലെ തടസ്സം. ഹൃദയാഘാതത്തിൻ്റെ പ്രധാന കാരണം ഹൃദയധമനികളിലെ തടസ്സമാണ്. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് ശസ്ത്രക്രിയ. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്നത് ബൈപ്പാസ് ശസ്ത്രക്രിയ എന്നാണ്. ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ECG ആണ്. ECGയുടെ പൂർണ്ണരൂപം ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നാണ്. ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ECG ആണ്. ECGയുടെ പൂർണ്ണരൂപം ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ച ആരാണ്? വില്യം ഐന്തോവൻ. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചത് വില്യം ഐന്തോവനാണ്. ഹൃദയവാൽവുകളെ തകരാറിലാക്കുന്ന ഒരു രോഗമാണ് റുമാറ്റിക് ഫീവർ അഥവാ വാതപ്പനി. ഹൃദയവാൽവുകളെ തകരാറിലാക്കുന്ന ഒരു രോഗമാണ് റുമാറ്റിക് ഫീവർ അഥവാ വാതപ്പനി. ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴെയാകുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണം ഏതാണ്? പേസ് മേക്കർ. ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴെയാകുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണം പേസ് മേക്കറാണ്. സെൻ്റ് ചികിത്സ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. സെൻ്റ് ചികിത്സ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നവീന പരിശോധനാ രീതിയാണ് ആൻജിയോഗ്രാഫി. ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നവീന പരിശോധനാ രീതിയാണ് ആൻജിയോഗ്രാഫി. ഹൃദയധമനികളിലെ തടസ്സം നീക്കാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാ രീതി ഏതാണ്? ആൻജിയോപ്ലാസ്റ്റി. ഹൃദയധമനികളിലെ തടസ്സം നീക്കാൻ ഉപയോഗിക്കുന്ന നവീന ചികിത്സാ രീതിയാണ് ആൻജിയോപ്ലാസ്റ്റി. തുറന്ന ഹൃദയ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ പിതാവാരാണ്? വാൾട്ടൺ ലില്ലിഹൈ. തുറന്ന ഹൃദയ ശസ്ത്രക്രിയയുടെ പിതാവ് വാൾട്ടൺ ലില്ലിഹൈ ആണ്. ആദ്യത്തെ കൃത്രിമ ഹൃദയം ഏതാണ്? ജാർവിക് 7. ആദ്യത്തെ കൃത്രിമ ഹൃദയം ജാർവിക് 7 ആണ്. ഈ ആദ്യത്തെ കൃത്രിമ ഹൃദയമായ ജാർവിക് 7 രൂപകൽപ്പന ചെയ്തത് റോബർട്ട് കെ ജാർവിക് ആണ്. ആദ്യത്തെ കൃത്രിമ ഹൃദയം സ്വീകരിച്ച വ്യക്തി ആരാണ്? ബാർണി ക്ലാർക്ക്. ആദ്യത്തെ കൃത്രിമ ഹൃദയം സ്വീകരിച്ച വ്യക്തി ബാർണി ക്ലാർക്കാണ്. ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയതാരാണ്?
ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡാണ്. 1967 ദക്ഷിണാഫ്രിക്കയിലാണ് ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറിൻ്റെ പേര് ക്രിസ്ത്യൻ ബെർണാഡ് എന്നാണ്. ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തി ആരാണ്? ലൂയിസ് വാഷ്കാൻസ്കി. ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തി ലൂയിസ് വാഷ്കാൻസ്കിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ പി വേണുഗോപാലാണ്. 1994 ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ച് ഡോക്ടർ പി വേണുഗോപാലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ്. 2003 കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം എന്നാണ്? ഡിസംബർ 3. ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഡിസംബർ 3 ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം എന്നാണ്? ഓഗസ്റ്റ് 3 ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഓഗസ്റ്റ് 3 ലോക ഹൃദയ ദിനം എന്നാണ്? സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29 2022 ലോകത്ത് ആദ്യമായി ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം ശസ്ത്രക്രിയയിലൂടെ വെച്ചുപിടിപ്പിക്കപ്പെട്ട മനുഷ്യനാരാണ്? ഡേവിഡ് ബെന്നറ്റ്. 2022 ലോകത്ത് ആദ്യമായി ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം ശസ്ത്രക്രിയയിലൂടെ വെച്ചുപിടിപ്പിക്കപ്പെട്ടത് ഏത് മനുഷ്യനിലാണ്? ഡേവിഡ് ബെന്നറ്റ്. ഇനി നമുക്ക് ചില ജീവികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം കൂടി നോക്കാം. നമ്മൾ പഠിച്ചതാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. മത്സ്യങ്ങൾക്ക് ഹൃദയത്തിലെ അറകളുടെ എണ്ണം 2. ഉഭയജീവികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 3. ഉരകങ്ങളുടെയും ഹൃദയത്തിലെ അറകളുടെ എണ്ണം 3. ഹൃദയത്തിന് 4 അറകളുള്ള ഒരു ഉരകം മുതലയാണ്. ഹൃദയത്തിന് 4 അറകളുള്ള ഉരകം മുതലയാണ്. പക്ഷികളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. സസ്തനികളുടെയും 4. പക്ഷികളുടെയും മനുഷ്യൻ്റെയും 4 അത് ഓർത്ത് വെക്കുക. പാറ്റയുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 13. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.